ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. എല്ലാ സൺഡേ ഒരുപോലെയൊന്നും ആയിരിക്കില്ല, എന്നാലും ഏകദേശമൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ ചപ്പാത്തിക്കട ഉണ്ട്, അവിടെ എല്ലാം കിട്ടും കേട്ടോ. അപ്പം, പൂരി എല്ലാം കിട്ടും. അപ്പം ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത്, പിന്നെ കറിയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചെമ്മീനും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഞാൻ രാവിലെ തന്നെ പാൽ ചായ കുടിക്കും കേട്ടോ. എനിക്ക് പല്ലൊക്കെ തേക്കുന്നതിന് മുന്നേ പാൽ ചായ കുടിക്കണം, എന്നാലേ ഒരു തൃപ്തി വരുള്ളൂ. അതിന് പല്ലൊക്കെ തേച്ചതിന് ശേഷം പൊറോട്ടയും പീസ് കറിയും മുട്ടക്കറിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് ചായ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ഇല്ലാണ്ട് ഞാൻ കഴിക്കും. എനിക്ക് ഇത്തിരി വെള്ളം മതി. അത് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം കിടക്കുവാണ് കേട്ടോ ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കര ക്ഷീണം തള്ളച്ചാണ് ഗൈസ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അതെ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് എങ്ങനെ മൺഡേ മോക്ക് സ്കൂളിൽ ക്ലേ മോഡലിങ്ങിൻ്റെ കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് കളർ അടിക്കും, പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഗൈസ് നമ്മളിന്ന് ഉച്ചക്കത്തേട്ടുള്ള നെയ്ച്ചോറും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇച്ചിരി മീൻ വറുത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് കേട്ടോ. സവാള രണ്ട് രീതിയിലാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരെണ്ണം ഇത്തിരി കട്ടിയായിട്ടും, പിന്നെ നമുക്ക് ആ നെയ്ച്ചോറിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര നൈസായിട്ടുള്ള സവാളയും കൂടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് വറുത്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അനിയത്തി എനിക്ക് വന്ന് ബാക്കി സഹായമൊക്കെ ചെയ്തു തരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെ ആവുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഞാൻ നോക്കിയിട്ടുണ്ട്, എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഉണ്ടായി വന്നപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആദ്യമായിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പണിയും കഴിയും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ കാഷ്യൂ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വയ്ക്കുകയാണ്. നമുക്ക് പരുവമൊക്കെ അറിയാമല്ലോ, ഫ്രൈ ഒന്നായി വരുന്ന പരുവത്തിൽ നമുക്കത് മാറ്റാം. അതിനുശേഷം മുന്തിരിയും കൂടി അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ വറുത്ത് വയ്ക്കുക. ഉണക്കമുന്തിരിയുടെ പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബലൂൺ പോലെ പൊങ്ങി വരും, അപ്പം തന്നെ നമ്മൾ മാറ്റാം. അതിനുശേഷം നമ്മൾ സവാളയും കൂടി അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക, നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ച സവാള. സവാള ഒന്നങ്ങോട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്ന് വാടി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സവാള നന്നായി വാടിയതിന് ശേഷം നമ്മളൊരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇച്ചിരി ഇട്ടാൽ മതി, കാര്യം ഇത് വാടി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ തണുപ്പൊക്കെ കൊണ്ട് അത് ശരിക്കും അത് വാടിപ്പോവും. അപ്പോൾ അത് ഇല്ലാണ്ട് നല്ല ക്രിസ്പിനെസ് തന്നെയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കോരി മാറ്റി വേറൊരു പാത്രത്തിലിട്ട് ഇട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇച്ചിരി കൂടി തന്നെ നിൽക്കണം, കാര്യം നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത്. അതിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ഏലക്ക ഇടുന്നുണ്ട്, പിന്നെ കരയാമ്പൂ, ഗ്രാമ്പൂ, പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നെയ്ച്ചോറിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യിട്ട് കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് നെയ്യ് മാത്രം ഇപ്പോൾ ഇട്ടാൽ മതി. ഇവിടെ എടുത്തിരിക്കുന്നത് കൈമ എന്ന് പറയുന്ന അരിയാണ്. ഞാനത് നന്നായിട്ട് കഴുകി അതൊരു 10 മിനിറ്റ് വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ആ നെയ്യൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിനകത്തിട്ട് ഇത് നന്നായിട്ട് അരി ഇട്ടിട്ട് തീ നല്ല ഫ്ലെയിമിൽ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അരി പൊട്ടിപ്പോവും. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി നന്നായിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം, അതായത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഒരു 3.4 ഗ്ലാസ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളപ്പിച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം കൂടിപ്പോയ പോലെയൊക്കെ തോന്നി. എനിക്ക് അങ്ങനെ കൂടിപ്പോയ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ മൊത്തം വെള്ളം ഒഴിച്ചിട്ടില്ല ഗൈസ്, ഇത്തിരി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് അത്യാവശ്യം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം, അതായത് എനിക്ക് എടുത്ത് വെച്ചിരുന്ന ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ റെഡി ആയി വന്നത് കേട്ടോ. എന്നിട്ട് ചോറ് നന്നായി പരത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെമ്മീനിലോട്ട് കിടന്നിരിക്കുകയാണ് ഗൈസ്. ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഐസ്ക്രീം കിട്ടി, അതിരുന്ന് കഴിക്കുവാണേ. ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, സവാള ഇട്ട് നന്നായിട്ട് വാട്ടാം. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും പച്ചമുളകൊക്കെ ഇടാവുന്നതാണ്. ഇവിടെ തക്കാളി ഇത്ര കാര്യമായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല എന്നുള്ളൂ.
ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും ചെമ്മീൻ റോസ്റ്റും പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു അത്, പിന്നെ ഇച്ചിരി മീൻ കറിയിട്ടത്, ഇതെല്ലാം കൂടി കൂട്ടി ഞാൻ കഴിക്കുവാണെങ്കിൽ വൈകിട്ടായപ്പോഴേക്കും അമ്മ ആമയുടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്രസാദം കൊന്നിട്ടുണ്ടായിരുന്നു, പാൽപ്പായസം. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുവാണേ. വൈകിട്ട് പാലില്ലാത്തതുകൊണ്ട് അമൂലിൻ്റെ പാൽപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് പാൽ ചായ ഉണ്ടാക്കുന്നത്. എനിക്ക് വൈകുന്നേരം പാൽ ചായ കുടിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി കുടിച്ചു. എനിക്ക് വൈകിട്ട് കട്ടൻ ചായയാണ് കൂടുതൽ ഇഷ്ടം. കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുവാണേ. പിന്നെ രാത്രി കഴിച്ചത് ചപ്പാത്തി, ചെമ്മീൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.